ഉള്ള ഒരു ബിംബമായി സ്വീകരിച്ച് വിശദമായി പൂജ കഴിക്കാൻ പറ്റും. ആണ് പത്മത്തിന്റെ പ്രത്യേകത. അപ്പോൾ പിന്നെ സർവദേവത പൂജാർഹമായ ഒരു പത്മമാണ് സ്വസ്തികം അല്ലെ അഷ്ടദളം. ഇത് രണ്ടും കാര്യം സ്വസ്തികത്തിന്റെ തത്വം അങ്ങനെയാ വരുന്നത്. കാരണം ചുറ്റിനും 12 രാശികളും മധ്യത്തൊരു ബിന്ദുവും. അപ്പം മധ്യബിന്ദു പരമാത്മ പ്രതീകവും 12 രാശി ശക്തി പ്രതീകവുമാണ്. അപ്പൊ ശിവശക്തി ഐക്യരൂപം പൂണ്ടൊരു പത്മമാണ് സ്വസ്തികം. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഏത് ദേവതയും ആവാഹിച്ച് പൂജിക്കാൻ പറ്റും. സ്വസ്തികത്തില് അഷ്ടദള പത്മ, അത് പരശുരാമകൽപ്പ സൂത്രത്തിൽ പറയുന്ന അഷ്ടദള പത്മത്തിലും ഇതുപോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. എല്ലാ ദേവതകളെയും